പത്തനംതിട്ട പോക്സോ കേസിൽ ആകെ 60 പ്രതികളെന്ന് പോലീസ്. ഇനി 9 പ്രതികൾ പിടിയിലാവാനുണ്ട്. വിദേശത്തുള്ള 2 പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുമെന്ന് കേസന്വേഷിക്കുന്ന പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാർ പറഞ്ഞു. വിവിധ സ്റ്റേഷനുകളിലായി 31 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ പ്രതിപ്പട്ടികയിലാകെയുള്ളത് 60 പേർ. ഇതിൽ 5 പ്രതികൾ പ്രായപൂർത്തിയാകാത്തവരും വിദേശത്തുള്ളവരും പ്രതിപ്പട്ടികയിലുണ്ട്. വിദേശത്തുള്ള 2 പ്രതികളെ നാട്ടിലെത്തിക്കാൻ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കും. ഒരു പ്രതിയെ ചെന്നൈയിൽ നിന്നും പിടികൂടി. ഒന്നിലധികം കേസുകളിൽ പ്രതികളിൽ ചിലർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാർ പറഞ്ഞു. ഇതുവരെ നമ്മൾ 31 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ, ഇലവന്തിട്ട, മലയാലപ്പുഴ, അതേപോലെ തന്നെ പന്തളം പോലീസ് സ്റ്റേഷൻ, പത്തനംതിട്ട ജില്ലയിൽ. ഒരു കേസ് നമ്മൾ പ്ലേസ് ഓഫ് ഒക്കറൻസ് ട്രിവാൻഡ്രം റൂറൽ കല്ലമ്പലം ആയതിനാൽ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ നമുക്കൊരു 60 പ്രതികളെയാണ് ഈ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ ഇതുവരെ 49 പ്രതികൾ അറസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പ്രതികളെ കിട്ടാനുണ്ട്. ആ പ്രതികളെ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യും. അതിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 30 വയസ്സിൽ താഴെയുള്ളവരാണ് പ്രതികളിലേറെയും. പത്തനംതിട്ട, ഇലവന്തിട്ട, മലയാലപ്പുഴ, പന്തളം സ്റ്റേഷനുകളിലാണ് കേസുകളുള്ളത്. ഷെൽട്ടർ ഹോമിൽ പാർപ്പിച്ചിരിക്കുന്ന അതിജീവിതയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പോലീസ് വ്യക്തമാക്കി. പ്രായപൂർത്തിയാകും മുൻപ് മുതലുള്ള 5 വർഷം 60ഓളം ആളുകൾ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നാണ് അതിജീവിതയുടെ മൊഴി. ജനം, പത്തനംതിട്ട.